അല്പസമയത്തിൽ അവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മാർച്ചുമായിട്ട് എത്തുമെന്നറിയാൻ കഴിയുന്നുണ്ട്. സാന്ത്വന സാജു ഉണ്ട്. സാന്ത്വന, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണോ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് അനക്സ് 2-ലാണ്. ഇവിടെയാണ്, ഈ ബിൽഡിംഗിലാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഉള്ളത്. മന്ത്രി ഏതാണ്ട് കൃത്യം 9:30 തന്നെ ഈ ഒരു ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇന്നലെ കൊട്ടാരക്കര ആശുപത്രിയിൽ നിന്നും ചികിത്സയൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. രാവിലെ തന്നെ മാധ്യമങ്ങൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതി, തൈക്കാടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരുന്നു. അപ്പോൾ മന്ത്രി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ മന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടുന്ന് നേരെ എത്തിയത് ഓഫീസിലേക്കാണ്. ഈ കാണുന്ന ഓഫീസിൽ ഇപ്പോൾ മന്ത്രിയുണ്ട്. നമുക്ക് ഈ പരിസരത്ത് നോക്കിയാൽ തന്നെ വ്യക്തമാണ്, നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ഒരു പരിസരത്ത് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു തലസ്ഥാനം സമരമുഖരിതമായ ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. കാരണം അത്രത്തോളം സമരം മന്ത്രിയുടെ വീട്ടിലേക്കായാലും ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന അനക്സ് 2-ലേക്കായാലും ഒക്കെ തന്നെ നിരവധി പ്രതിഷേധങ്ങളാണ് ഇന്നലെ നടന്നത്. KSUവിന്റെ അടക്കം വളരെ ശക്തമായ പ്രതിഷേധം ഇന്നലെ നടന്നിരുന്നു. അതുപോലെ തന്നെ അത് ചെറിയ രീതിയിലാണെങ്കിലും സംഘർഷത്തിലാണ് കലാശിച്ചത്. വീണ ജോർജിന്റെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധങ്ങൾ നമ്മൾ പലതും കണ്ടതാണ്. പലതും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ചെന്നെത്തുകയായിരുന്നു. പലരും ഈ വീട്ടിലേക്ക് പാഞ്ഞടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി ഓഫീസിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ ഈ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിരവധി പോലീസുകാരെയാണ് ഈ ഒരു ഭാഗത്ത് വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മന്ത്രിയുടെ ഓഫീസിലേക്ക് നിലവിൽ മാർച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. BJPയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരും ഒക്കെ തന്നെ മന്ത്രിയുടെ വീട്ടിലേക്കാണ് നിലവിൽ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുകയാണെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടർ അരുൺ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം മന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി ഒരു ഗസ്റ്റ് ഹൌസിൽ ഒരു പരിപാടി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്തൊരുക്കുന്നു.